Hello, children. Hope you're ready for your maths next exercise. Anyways, exercise 1.1 is out of your syllabus now. Let us start with exercise 1.2. ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ തുടങ്ങാം നമുക്ക്. ദാറ്റ് ഈസ് അബൌട്ട് ഫാക്ടറൈസേഷൻ. വാട്ട് ആർ ഫാക്ടേഴ്സ്? ഇപ്പോൾ ഒരു നമ്പറിനെ ഏതൊക്കെ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് നമ്പർ. ഓക്കെ, ഇപ്പോൾ ഇൻ ജനറൽ ഒരു നമ്പർ 24 എടുക്കുകയാണെങ്കിൽ ഈ കേസ് നോക്കൂ, 2 ഇസ് എ ഫാക്ടർ ആൻഡ് 12 ഇസ് എ ഫാക്ടർ. കറക്റ്റ്? 2 into 12 you get 24. Same way 1 into 24 will give you 24. 3 into 8 gives you 24. 4 into 6 gives you 24. Okay, അപ്പോൾ ഈ all combinations you get 24. അപ്പോൾ ഇതെന്താണ്? ഇവരൊക്കെ 24ൻ്റെ ഫാക്ടേഴ്സാണ്. ദാറ്റ് ഈസ് യു ഹാവ് 1, 2, 3, 4, 6, 8, 12, 24. ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ് ഓഫ് 24. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ ഒരു നമ്പറിനെ നോക്കുകയാണെങ്കിൽ, ലെറ്റ് us proceed with this 24 only. Okay, let us take this example first where 24 we broke down into 2 and 12. ഇപ്പോൾ 2 പ്രൈം നമ്പർ ആണ് അല്ലേ? ഇറ്റ് കനോട്ട് ബി ഫർദർ ബ്രോക്കൺ ഡൗൺ. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലെത്തി പ്രൈം നമ്പർ എന്താണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. യു ഓൾ നോ ദാറ്റ്. വാട്ട് ആർ പ്രൈം നമ്പേഴ്സ്? അവർക്ക് ഫാക്ടറായിട്ട് 1 ദ സെയിം നമ്പർ ഇറ്റ് സെൽഫ്, അതാണ് പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ 2ക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2. വേറെ ഒരു ഫാക്ടറും ഇല്ല 2ക്ക്. അപ്പോൾ 2 ഒരു പ്രൈം നമ്പറാണ്. പക്ഷെ 12ൻ്റെ പാട് അങ്ങനെയാണോ? 12ക്ക് ഫാക്ടേഴ്സ് ഉണ്ട് 3 and 4. ഓക്കെ, ഇവിടെ 3 എത്തിയപ്പം 3 ഒരു പ്രൈം നമ്പറാണ്. 3ക്ക് വേറെ ഫാക്ടേഴ്സ് ഇല്ല, 1ഉം 3ഉം മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ്. ഇനി ഫർദർ നോക്കുകയാണെങ്കിലോ 4ൻ്റെ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിലോ 2 and 2. ഫർദർ യു ബ്രേക്ക് ഡൗൺ ഇറ്റ് ഇൻ ടു 2 and 2. അപ്പോൾ 24ൻ്റെ ഫൈനൽ പ്രൈം നമ്പേഴ്സിൽ നിങ്ങൾ ഫാക്ടേഴ്സ് എഴുതാണെങ്കിൽ എന്തൊക്കെ കിട്ടും? 2, 3, 2, 2. Correct? Now let us say the other example that we took. 24ന് 3 into 4ൻ്റെ ഫാക്ടറിൽ 3 into 8ൻ്റെ ഫാക്ടറിലാക്കുകയാണെങ്കിൽ 3 പ്രൈം നമ്പർ കിട്ടി, 8 is not prime. ഇപ്പോൾ നോട്ട് പ്രൈം മീൻസ് ഇറ്റ് ഈസ് കമ്പോസിറ്റ്. കമ്പോസിറ്റ് നമ്പറിൻ്റെ അർത്ഥം എന്താ? അവർക്ക് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. 1ഉം ദ നമ്പർ ഇറ്റ് സെൽഫും അല്ലാതെ ഇനി വേറെ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെ പറയുക കമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ 8 ആണെങ്കിലോ 8ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്. കറക്റ്റ്? ഇപ്പോൾ 2 പ്രൈം നമ്പർ എത്തി. 4 പ്രൈം നമ്പർ ആണോ? അല്ല, 4 കോമ്പോസിറ്റ് നമ്പറാണ്. 4ക്ക് ഫർദർ ഫാക്ടേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് 2 and 2. ഓക്കെ, അപ്പോൾ ഇതിലെന്താ മനസ്സിലാവണേ? 24നെ ഫൈനലി ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടേഴ്സ് എന്താണ്? 3, 2, 2, 1. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, രണ്ടും സെയിം അല്ലേ? 2, 3, 2, 2, 3, 2, 2, 2 ഒക്കെ സെയിം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ഇതിൽ ഉറപ്പിക്കുന്നത്? പ്രൈം ഫാക്ടേഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു നമ്പർക്കുള്ള പ്രൈം ഫാക്ടർ എപ്പോഴും സ്റ്റാൻഡേർഡാണ്, യുണീക്കാണ്, അതിൽ മാറ്റം വരില്ല. നിങ്ങൾ വേറെ വേറെ രീതിക്ക് ചെയ്താൽ വേണമെങ്കിൽ ഓർഡറിൽ മാറ്റം വരാം, പക്ഷേ ആ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതൊന്ന് മനസ്സിൽ ഓർമ്മ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇനിയൊരു എക്സാമ്പിൾ നോക്കൂ. 24നെ ബ്രേക്ക് ഡൗൺ ചെയ്തത് വിത്ത് 4 and 6. ബോത്ത് ആർ കമ്പോസിറ്റ് നമ്പേഴ്സ്. വെൻ യു ഫർദർ ബ്രേക്ക് ഇറ്റ് ഡൗൺ യു ഗെറ്റ് 2, 2, 2, 3. പിന്നെ അതന്നെയല്ലേ കിട്ടി? 2, 2, 2, 3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓർഡർ വേണമെങ്കിൽ മാറി മാറി വന്നോട്ടെ, ഫൈനൽ കിട്ടുന്ന പ്രൈം നമ്പേഴ്സ് വിൽ ബി യുണീക്ക്. അപ്പോൾ അതാണ് നിങ്ങളെ തിയറം 1.2 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. വാട്ട് ഡസ് ദാറ്റ് തിയറം സ്റ്റേറ്റ്? This theorem is called the fundamental theorem of arithmetic. It states that every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which the prime factors occur. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ കമ്പോസിറ്റ് നമ്പേഴ്സിനും നമുക്ക് അവരുടെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഈ നമ്പേഴ്സിൻ്റെ സീരീസ് വുഡ് ബി യുണീക്ക്. Okay, unique means it will be the same in all case of that number, and it may be in different order that we reach, but finally these numbers of prime numbers which are factors of that composite number will be unique. അപ്പോൾ ഇത് ഈ തിയറം എന്ന് പറയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഇപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ നോക്കുകയാണെങ്കിലോ പ്രൈം നമ്പേഴ്സിൻ്റെ എന്താ അവസ്ഥ? ദേ ഹാവ് നോ ഫാക്ടേഴ്സ് അതർ ദാൻ 1 or the number itself. For example, 2നെ നോക്കുകയാണെങ്കിൽ 2ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 and 2. 3ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 and 3.
ഫൈൻഡ് ദ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് 1 and 5. 7ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് 1 and 7. അവർക്ക് വേറെ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ഡോണ്ട് ഹാവ് എനി അതർ ഫാക്ടേഴ്സ് അതർ ദൻ 1 and the number itself. ഇപ്പോൾ you have examples 2, 3, 5, 7, 11, 13 and the list goes on. Okay, കുറേ നമ്പേഴ്സ് ഉണ്ട് പ്രൈം നമ്പേഴ്സ്. ഇനി കുറേ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുക കമ്പോസിറ്റ് നമ്പേഴ്സ്. മോർ ദാൻ 1 ഫാക്ടർ ആ നമ്പർക്ക് ഉണ്ടെങ്കിൽ വി കോൾ ദം കമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഫുൾ നമ്പേഴ്സിനെ യു ക്യാൻ ഡിവൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് പ്രൈം നമ്പേഴ്സ് ആൻഡ് കമ്പോസിറ്റ് നമ്പേഴ്സ്. നിങ്ങൾ എക്സസൈസ് 1.2 എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് സം എന്താണ്? എക്സ്പ്രസ് ദ നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓൾ ആർ സിമിലർ സംസ്. അപ്പോൾ ഞാൻ ഒക്കെ ചെയ്യുന്നില്ല, ഞാൻ ഈസിയസ്റ്റ് സം ഞാൻ ചെയ്യാം, ബാക്കിയൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്തോളി. ഓക്കെ, അപ്പോൾ ഇതിൽ 140ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ 140, 70, 35, 7 വെൻ യു ഡു, ഇതൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണല്ലോ, അപ്പോൾ ഞാൻ ഡീറ്റെയിലിൽ പോകുന്നില്ല. ഫൈനലി യു ഗെറ്റ് 2 square into 5 into 7. ഇതാണ് ആൻസർ. പ്രൈം റിപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ടേഴ്സ്, പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സംസ് എങ്ങനത്തെ സംസ് ആണ്? ഫൈൻഡ് ദ HCF ആൻഡ് LCM സം ആണ്. ഓക്കെ, നമ്മൾ യൂക്ലിഡ്സ് ലെമ്മ യൂസ് ചെയ്തിട്ട് HCF ഫൈൻഡ് ചെയ്തിരുന്നു. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ടും HCF ചെയ്യുക. അതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു സിമ്പിൾ നമ്പർ നോക്കൂ, 12ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 2 into 2 into 3. ഫൈൻഡ് 15ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 3 into 5. ഇപ്പോൾ LCM HCF നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് HCF എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ രണ്ടിൽ കോമൺ വരുന്ന നമ്പേഴ്സിനെ ചൂസ് ചെയ്യുക. അപ്പോൾ 3 ആണ് രണ്ടിലും കോമൺ വരുന്നത്. അപ്പോൾ HCF വിൽ ബി 3. LCM എന്താണ്? കോമൺ വരുന്ന നമ്പർ ഒരു പ്രാവശ്യം തന്നെ എഴുതുക, 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി റിമൈനിങ് ഉള്ള നമ്പർ എടുത്ത് എഴുതുക, പിന്നെ കിട്ടുന്ന ആൻസർ ആയിരിക്കും LCM. എപ്പോഴും നിങ്ങൾക്ക് സമ്മിൽ LCM ചോദിക്കുമ്പോൾ ഫൈനലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളർന്ന് വലിയ കുട്ടികളായല്ലോ, അപ്പോൾ ഇത്ര ഈസി സം ഒന്നും പ്രതീക്ഷിക്കേണ്ട, കുറച്ച് ബിഗ് നമ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 96 and 404. അപ്പോൾ ഫസ്റ്റ് 96ൻ്റെ ഫാക്ടറൈസേഷൻ നോക്കൂ. വാട്ട് ഡു യു ഫൈനലി ഗെറ്റ്? 2 raised to 5 into 3. പിന്നെ 404ൻ്റെ ഫാക്ടറൈസേഷൻ നോക്കൂ, യു ഗെറ്റ് 2 raised to 2 into 101. ഓക്കെ, ഇനി വാട്ട് യു ഹാവ് ടു ഡു? ഫൈൻഡിങ് HCF ആൻഡ് LCM. HCF ഈസ് വാട്ട്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഈ രണ്ടിലും ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് 2 ആണ്. അപ്പോൾ നിങ്ങൾ HCF എഴുതുമ്പം ശ്രദ്ധിക്കണം, വാട്ട് യു ടേക്ക് ഡൗൺ ആസ് ലോവസ്റ്റ് പവർ ഓഫ് ദറ്റ് കോമൺ നമ്പർ. അപ്പോൾ 2ൻ്റെ ലോവസ്റ്റ് പവർ ഇവിടെ 5ഉം 2 ആണ്. അപ്പോൾ ലോവസ്റ്റ് പവർ എന്താ? 2. അപ്പോൾ 2 square വിൽ ബി യുവർ HCF. യു വിൽ ഫൈനലി ഹാവ് ദ ആൻസർ 4. LCM എന്താ നോക്കണ്ടി? LCMൽ ഫുൾ എഴുതണം. ഈ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് സ്കോർ എടുത്ത് എഴുതണം. ഓക്കെ, ഹയസ്റ്റ് പവറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, കോമൺ വന്നത് 2 ആണ്. അപ്പോൾ LCM എഴുതാണെങ്കിൽ 2 raised to 5 you have to choose. Okay, 2 raised to 5, then the remaining you have to write as it is, and finally you get the answer 9696. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനത്തെ സംസാണ് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫുൾ ഫാക്ടേഴ്സ് എഴുതിയിട്ട് വെൻ യു ആർ ചൂസിങ് ഫോർ HCF, look out for the first you see which are the numbers that are common factors in both the cases. പിന്നെ ആ കോമൺ ഫാക്ടറായിട്ട് ചൂസ് ചെയ്യുന്ന നമ്പറിൻ്റെ പവർ എന്താണെന്ന് നോക്കുക. ലോവസ്റ്റ് പവറുള്ള നമ്പറിനാണ് ചൂസ് ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് LCM ചെയ്യുമ്പം ഹയസ്റ്റ് പവറുള്ള നമ്പറിനാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ കേസ് നിങ്ങൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HCFും LCM നിങ്ങൾ കിട്ടിയല്ലോ, ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ റിലേഷൻഷിപ്പ് എന്താണെന്നറിയോ? ഇഫ് ദർ ഇസ് 2 numbers, say A and B, the product of A and B is equal to A and Bൻ്റെ HCF into A and Bൻ്റെ LCM. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സമ്മൻ എന്തായിരുന്നു? 96ഉം 404. അവരുടെ പ്രൊഡക്റ്റ് ഈ നമ്പറാണ്. ഇപ്പോൾ അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്പ്, ഇഫ് വി ചെക്ക് HCF into LCM ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം നമ്പർ. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പായിട്ട് യു ക്യാൻ യൂസ്. ഓക്കെ, ഇനി വരുന്ന സംസിൽ നിങ്ങൾക്ക് ചിലപ്പം HCFും LCMും കണ്ടെത്തിയിട്ട് പിന്നെ അതിനെ വെരിഫൈ ചെയ്യാൻ പറയും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് യുവർ എക്സസൈസ് 1.2 സെക്കൻഡിൻ്റെ ഫസ്റ്റ് സം. ആസ് ഐ സെഡ് ബിഫോർ, ഈസി സംസ് ഒക്കെ ഞാൻ ചെയ്യാം, ടഫ് സംസ് ഒക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്തോളി.
Okay. Here they are asking you to find the HCF and LCM of 26 and 91. Okay. And they are asking you to verify your answer. ഇപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, 26ൻ്റെ ഇത് എഴുതുക, ഫാക്ടേഴ്സ് എഴുതുക, പിന്നെ 91ൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. വാട്ട് ഡു യു സീ? 13 ഇസ് കോമൺ ഇൻ ബോത്ത്, സോ യുവർ HCF വിൽ ബി 13. പിന്നെ LCM എങ്ങനെ കണ്ടെത്തു? 13 ഒരു പ്രാവശ്യം മാത്രമേ എഴുതുക, ബാക്കി 2ഉം 7 എഴുതുക, യു ഗെറ്റ് 182. ഇനി അത് ചെക്ക് ചെയ്യാൻ വാട്ട് യു ഹാവ് ടു ഡു, ഈ 2 നമ്പേഴ്സ് നമുക്ക് ക്വസ്റ്റനിൽ തന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ എടുത്തു വെക്കാം. പിന്നെ നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ HCFും LCMും, അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ആണെങ്കിൽ വി സേ യെസ്, ഹെൻസ് വെരിഫൈഡ്. നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നു, ഇറ്റ് ഈസ് വെരിഫൈഡ്. അപ്പോൾ നിങ്ങൾ എക്സസൈസിൻ്റെ സെക്കൻഡ് സം ഒക്കെ ഈ പാറ്റേൺ തന്നെയാണ്. 3 സം ഉള്ളൂ, 1 സം ഞാൻ ചെയ്തു, ബാക്കി 2 സമ്മും കുട്ടികൾ തന്നെ ചെയ്ത് നോക്കിക്കോളി. നമുക്ക് അടുത്ത പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോണത് 3 നമ്പേഴ്സ് ഉണ്ട്, അവരുടെ HCFും LCMും ചെയ്ത് നോക്കണം എത്രയാണെന്ന്. ഇതിൽ നിങ്ങൾക്ക് ഓർമ്മ വെക്കാനുള്ളത്, ഈ 3 നമ്പർ നമ്മൾ ചെയ്യുമ്പം ഈ ഫോർമുല വർക്ക് ചെയ്യൂല. ദാറ്റ് ഈസ് HCF ഇൻറ്റു LCM വിൽ നോട്ട് ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ 3 നമ്പേഴ്സ്. അതൊന്ന് ഓർമ്മ വെക്കണം. നമുക്ക് എക്സസൈസിൻ്റെ ഫസ്റ്റ് സം ഒന്ന് നോക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ദ 3 നമ്പേഴ്സ് ദാറ്റ് ഈസ് ഗിവൻ ടു ഈസ് 12, 15 ആൻഡ് 21. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി, ഇവരുടെ ഇത് എഴുതിയെടുക്കുക ഫാക്ടേഴ്സ്. 12ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 2 സ്ക്വയർ ഇൻറ്റു 3. 15ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 3 ഇൻറ്റു 5. ആൻഡ് 21ൻ്റെ ഫാക്ടർ എന്താ? 3 ഇൻറ്റു 7. അപ്പോൾ ഇതിൽ എന്താ കാണുന്നത്? 3ലും ഉള്ളത് കോമൺ ആയിട്ട് 3 ആണ്. അപ്പോൾ HCF 3. LCM എന്താണ്? 3 ഒരു പ്രാവശ്യം എഴുതുക, ബാക്കിയൊക്കെ നമ്പേഴ്സ് എഴുതിയെടുക്കുക, യു വിൽ ഗെറ്റ് ആൻസർ ആസ് 420. അപ്പോൾ നിങ്ങൾ ഈ HCFും LCMും മൾട്ടിപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ 3 സംസ്. അത് ഓർമ്മ വെക്കണം. ആ 2 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ദാറ്റ് ഈസ് വാലിഡ്. 3 നമ്പേഴ്സ് വി കെ നോട്ട് പ്രൊസീഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ എക്സസൈസിൻ്റെ തേർഡ് സമ്മിൽ ഇങ്ങനത്തെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, ബാക്കി 2 കുട്ടികൾ തന്നെ ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാം, ദാറ്റ് ഈസ് യുവർ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ഈ 2 നമ്പർ തന്നിട്ടുണ്ട്, അവരുടെ HCF ആണ് 9, LCM കണ്ടെത്താൻ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് തന്നെ യു ഹാവ് ടു യൂസ്. ആ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് HCF ആൻഡ് LCM. ഓക്കെ, ഇപ്പോൾ HCF 9 തന്നിട്ടുണ്ട്, അപ്പോൾ LCM കണ്ടെത്തണം. അപ്പോൾ യു ഹാവ് ടു സോൾവ് ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് ആസ് ദ ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ സുഖമായിരുന്നു അല്ലേ? ഓക്കെ, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു അടുത്ത വേറെ പാറ്റേൺ ആണ്, അതൊന്ന് നമ്മൾ നോക്കാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ പറയുന്നത് അറിയോ? ക്യാൻ ദർ ബി എ നമ്പർ 4n സച്ച് ദാറ്റ് ആ നമ്പറിൻ്റെ എൻഡ്സ് വിത്ത് 0. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? 4n ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, n ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവട്ടെ, ഒരു വാല്യൂ വരുമല്ലോ. അപ്പോൾ ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് വാല്യൂ വിൽ ഹാവ് ദ ലാസ്റ്റ് ഡിജിറ്റ് ആസ് 0? അപ്പോൾ നമുക്കത് യെസ് ഓർ നോ പറയാൻ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൗ ഡു വി ബിഗിൻ? ഇഫ് 4n ends with 0, it should be divisible by 5 അല്ലേ? 0ൽ എൻഡ് ആവണമെങ്കിൽ എന്താണ് ഉറപ്പ്? അത് 2ലും 5ലും ഡിവൈഡ് ആവും. അപ്പോൾ ലെറ്റ് us take 5. ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. പക്ഷെ 4n നമ്മൾക്ക് എന്ത് ചെയ്താൽ 4നെ വി ക്യാൻ റൈറ്റ് ആസ് 2 സ്ക്വയർ അല്ലേ? അപ്പോൾ 2 സ്ക്വയർ റേസ് ടു n ക്യാൻ ബി റിട്ടൺ ആസ് 2 റേസ് ടു n. അപ്പോൾ 2 റേസ് ടു n മീൻസ് വാട്ട്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 n നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ 4 റേസ് ടു nൽ ഒരു ഫാക്ടറേ ഉള്ളൂ, 2 2 2 2 2 2 2 അല്ലേ? അതിൽ വേറെ ഫാക്ടേഴ്സ് പോസിബിൾ അല്ല. അപ്പോൾ വാട്ട് വി വിൽ സേ? ദ ഫാക്ടേഴ്സ് ഓഫ് 4 റേസ് ടു n കണ്ടെയ്ൻസ് ഓൺലി 2. ദർ ഇസ് നോ നമ്പർ n ഫോർ വിച്ച് 4 റേസ് ടു n ends in 0. അപ്പോൾ ദാറ്റ് ഈസ് അവർ സൊല്യൂഷൻ. അപ്പോൾ 0ൽ എൻഡ് ആവുന്നെങ്കിൽ 5 ഫാക്ടർ വേണമല്ലേ? പക്ഷെ 5 ഫാക്ടർ ഇല്ല, അപ്പോൾ ദാറ്റ് മീൻസ് 0 ഇറ്റ് ഈസ് നോട്ട് എൻഡിങ്. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻ ഇസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ്, ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ നമ്പർ 5. ആ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ചെക്ക് വെദർ 6 റേസ് ടു n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. അപ്പോൾ 6 റേസ് ടു n നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 റേസ് ടു n. ഫസ്റ്റ് നമുക്ക് ഈ പോസിബിലിറ്റി പറയാം, 0 ആണ് എൻഡ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഈ നമുക്ക് ഫാക്ടറായിട്ട് 5 കിട്ടണം. അപ്പോൾ അത് നോക്കാം, ഫാക്ടറായിട്ട് 5 കിട്ടുന്നുണ്ടോ? 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 റേസ് ടു n.
That is what 2 raised to n into 3 raised to n. ഇപ്പോൾ 2 raised to n into 3 raised to n ൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ 6 raised to n ൻ്റെ ഫാക്ടേഴ്സ് വന്ന് 2 2 into 2 into 2 into 3 into 3 into 3 into 3. ബേസിക് പ്രൈം ഫാക്ടേഴ്സ് അത്ര ഉണ്ടാവുള്ളൂ, 5 വരൂല. അപ്പോൾ 5 വരൂല മീൻസ് വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് 0. അപ്പോൾ ദാറ്റ് ഷുഡ് ബി അവർ ആൻസർ. ഇനി ഒരു പാറ്റേൺ ഓഫ് സം നോക്കാനുണ്ട് ഈ എക്സസൈസിൽ. ദാറ്റ് ഈസ് യുവർ 6th സം. ഇവിടെ ഒരു 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. What have they given? You have to prove that this entire thing is a composite number. ഇത് കണ്ട് തീരെ പേടിക്കേണ്ട, ഭയങ്കര ഈസി സമ്മാണ്. ഇപ്പോൾ ഇതിന് കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ എന്താണ്, 2 ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ, മോർ ദൻ 1 ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ അത് കമ്പോസിറ്റ് നമ്പർ ആവും. അപ്പോൾ ഇതിനെ കമ്പോസിറ്റ് നമ്പർ പ്രൂഫ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നോക്കൂ, ഇങ്ങനെ വലിച്ച് വാരി ഒരു തരൂ, പക്ഷേ ഈ 2 പ്ലസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 ടേംസിൽ കോമൺ ടേം ഉണ്ടാവും. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ടേക്ക് 13 ഹിയർ കോമൺ. സി ഹിയർ ഇൻ ദിസ് കേസ് 13 ഈസ് കോമൺ. ഇപ്പോൾ 13നെ കോമൺ പുറത്തെടുത്താൽ ഈ ടേമിൽ ബാക്കി എന്താ ഉണ്ടാവുക, 7 into 11 ബാക്കി ഉണ്ടാവും, ഈ ടേമിൽ 1 ബാക്കി ഉണ്ടാവും. 7 to 11 is 77 plus 1 78. അപ്പോൾ നമുക്ക് എന്താ 2 ഫാക്ടേഴ്സ് കിട്ടിയില്ലേ. ഈ നമ്പറിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഈസി അല്ലേ? ഇനി ഈ സമ്മ് നോക്കൂ, ഇത്ര വലിച്ചു ആരെയോർ എഴുതിയിട്ടുണ്ട്, വെറുതെ കൺഫ്യൂസ് ആക്കാം പാവം കുട്ടികളെ. 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. അപ്പോൾ ഇതിലെന്താ നമുക്ക് കോമൺ എടുക്കുക നോക്കൂ, 5 ഇവിടെയുണ്ട്, 5 ഇവിടെയുണ്ട്. അപ്പോൾ യു ഹാവ് ടു ടേക്ക് 5 കോമൺ ഔട്ട്. ബാക്കി അങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഇതൊരു ഫുൾ നമ്പർ ഒരു ഫാക്ടറാണ്, ഇതും ഒരു ഫാക്ടറാണ്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ആയാലും വാട്ട് ഈസ് ഇറ്റ്, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഇതിൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സമ്മാണിത്. ഓക്കെ, ഇനി ലാസ്റ്റ് സം ഒരു പ്രോബ്ലം സം ആണ്. അതിൽ എന്താ ചോദിക്കുന്നത്, ദർ ഇസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് എ സ്പോർട്സ് ഫീൽഡ്. സോനിയ ടേക്സ് 18 minutes to drive 1 round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ യു ഹാവ് ടു ഡിസൈഡ് വെദർ യു ഹാവ് ടു ഫൈൻഡ് HCF ഓർ വെദർ യു ഹാവ് ടു ഫൈൻഡ് LCM. ഓക്കെ, അപ്പോൾ ആ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ്, ഇപ്പോൾ ഈ സമ്മ് നോക്കൂ, ഇതിലെന്താ പറയുന്നത്, ഇവർ രണ്ടാളും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടാളും ദേ ഹാവ് ടു ബി ടുഗെദർ അഗെയിൻ അല്ലേ. അപ്പോൾ ദേ ഹാവ് ടു റീച്ച് ടു എ നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് ദ നമ്പേഴ്സ്. അപ്പോൾ ഇൻ ദിസ് കേസ് യു ഹാവ് ടു ഫൈൻഡ് ദ LCM. അപ്പോൾ ഇവിടെ എന്താ തന്നത്, 18 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും LCM കണ്ടെത്തിയാൽ ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 36. But they will meet again after 36 minutes. Okay, with this we finish your exercise 1.2. Children, you need to have more practice with these problem sums where you have to decide whether you to proceed with HCF or LCM. Okay, next we will be revisiting irrational numbers. If you have any doubts, please comment me. Okay, bye.